പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിലൂടെ ശാന്തമായി ഒഴുകുന്ന തുംഗാനദി. ഈ നദിക്കരയിൽ ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് മുൻപ് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യസ്വാമികൾ ഒരു ദിവ്യ ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചു. ശത്രുതയും വിദ്വേഷവും മറന്ന് ജീവികൾ പോലും സ്നേഹത്തോടെ കഴിയുന്ന പരമശാന്തിയുടെ പുണ്യഭൂമി. പ്രകൃതിയും ചരിത്രവും വാസ്തുവിദ്യയും ഒന്നാകുന്ന ഈ മണ്ണിൽ മനുഷ്യബുദ്ധിയെ വിസ്മയിപ്പിക്കുന്ന ജ്യോതിശാസ്ത്ര രഹസ്യങ്ങളും രാമായണ കാലത്തോളം പഴക്കമുള്ള ഐതിഹ്യ കഥകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഋഷിശൃംഗ മഹർഷിയുടെ തപോഭൂമിയായിരുന്ന ഈ പ്രദേശത്ത് ആദി ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത സിദ്ധാന്തത്തിൻ്റെയും സനാതനധർമ്മത്തിൻ്റെയും പ്രചരണത്തിനായി സ്ഥാപിച്ച ആദ്യത്തെ മഠമായ ശൃംഗേരി ശാരദാപീഠത്തിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. കർണാടകയിലെ പ്രകൃതിരമണീയമായ ചിക്കമംഗളൂരു ജില്ലയിലുള്ള മലനാട് പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് തുംഗാ നദിക്കരയിലാണ് ശൃംഗേരി സ്ഥിതി ചെയ്യുന്നത്. സഹ്യാദ്രി എന്ന പശ്ചിമഘട്ട മലനിരകളുടെ അടിവാരത്തുള്ള ഒരു പ്രദേശമാണിത്. തൻ്റെ ദിഗ്വിജയ യാത്രയ്ക്കിടയിൽ ഇവിടെ എത്തിയ ശങ്കരാചാര്യസ്വാമികൾ ആദ്യമായി കണ്ട കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. പ്രസവവേദനയാൽ പിടയുന്ന ഒരു തവളയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു വലിയ നാഗം അതിനു മുകളിൽ പത്തി വിരിച്ചു നിൽക്കുന്നു. ജന്മനാ തന്നെ പ്രകൃതി വൈരമുള്ള പാമ്പും തവളയും പരസ്പരം സഹായിക്കുന്ന ആ അത്ഭുത കാഴ്ച ഈ സ്ഥലമാഹാത്മ്യത്തിൻ്റെ പ്രത്യേകതയാണെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ തൻ്റെ പ്രഥമ പീഠത്തിനായി ഈ സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ഒരു ശില്പം തുംഗാനദിക്കരയിൽ ഇന്നും കാണാം. ഇതുകൂടാതെ അദ്ദേഹം ഈ കാഴ്ച കണ്ട ആ സ്ഥാനത്ത് ഒരു ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പുരാതന കാലത്ത് ഇതുപോലെ ഓരോരോ പ്രത്യേകതകളുള്ള പുണ്യഭൂമികളിലാണ് മഹാഋഷിമാരുടെ ആശ്രമങ്ങളും മഹാക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിച്ചിരുന്നത്. രാജ്യത്തുടനീളം ധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി ശങ്കരാചാര്യർ ഭാരതത്തിന് 4 കോണുകളിലായി സ്ഥാപിച്ച ചതുരാംനായ പീഠങ്ങളിൽ പ്രഥമവും പ്രധാനവുമായ ദക്ഷിണാംനായ മഠമാണ് ശൃംഗേരി ശാരദാപീഠം. വിദ്യയുടെയും കലകളുടെയും ദേവതയായ ശ്രീ ശാരദാദേവിയാണ് മഠത്തിൻ്റെ ആസ്ഥാന ദേവത. അതുകൊണ്ടാണ് ശാരദാപീഠം എന്ന പേര് വന്നതും. യജുർവേദത്തിന് പ്രാധാന്യം നൽകുന്ന ഈ പീഠത്തിലെ ആചാര്യപരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനായ സുരേശാചാര്യരായിരുന്നു. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നുവെന്ന വേദവാക്യമാണ് ഈ പീഠത്തിൻ്റെ മഹാവാക്യം. ഇവിടുത്തെ മഠാധിപതികൾ എക്കാലവും ജഗദ്ഗുരു ശങ്കരാചാര്യർ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതും. ഭാരതീയ ആത്മീയതയുടെയും അദ്വൈത ദർശനത്തിൻ്റെയും ജീവസുറ്റ പ്രതീകമാണിത്. വാസ്തുവിദ്യാവിസ്മയമായ വിദ്യാശങ്കര ക്ഷേത്രവും ശാരദാദേവി ക്ഷേത്രവും തുംഗാനദിയിലെ തണുത്ത കാറ്റും കാത്തു സൂക്ഷിക്കപ്പെടുന്ന വേദപാഠശാലകളും ശൃംഗേരിയെ വേറിട്ട് നിർത്തുന്നു. നൂറ്റാണ്ടുകളായി തടസ്സമില്ലാതെ തുടരുന്ന ജഗദ്ഗുരു പരമ്പരയിലൂടെ ഇന്നും ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആത്മീയ വെളിച്ചവും മാനസിക സമാധാനവും പകരുന്ന ശൃംഗേരി ശാരദാപീഠം കേവലമൊരു ക്ഷേത്രം മാത്രമല്ല, മറിച്ച് ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ്. ഇത്രയുമാണ് ശൃംഗേരിയെപ്പറ്റി പൊതുവായി പറയാവുന്ന കാര്യങ്ങൾ. ശൃംഗേരി എന്ന പുണ്യഭൂമിയുടെ ഉത്ഭവം, ശങ്കരാചാര്യസ്വാമികളുടെ വരവ്, വിഭാണ്ഡക മഹർഷിയുടെയും ഋഷിശൃംഗൻ്റെയും പുരാണകഥ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രം, ടിപ്പു സുൽത്താൻ്റെ സഹായങ്ങൾ, വാസ്തുവിദ്യാത്ഭുതമായ വിദ്യാശങ്കര ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, ഇവിടെ വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കഴിവതും പൂർണ്ണമായി തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് ശേഷം ആളുകൾ സാധാരണ പോവുക ശൃംഗേരിയിലേക്കാണ്. പശ്ചിമഘട്ട മലനിരകളുടെയും ഹെയർപിൻ വളവുകളുടെയും മഴക്കാടുകളുടെയും വന്യതയിലൂടെയുള്ള യാത്ര നമ്മുടെ മനസ്സിന് ഒരേ സമയം ആത്മീയതയും സാഹസികതയുമാണ് സമ്മാനിക്കുക. മൂകാംബികയിൽ നിന്നും ശൃംഗേരിയിലേക്ക് പ്രധാനമായും 2 വഴികളാണുള്ളത്. ഇതിൽ ഏറ്റവും ജനപ്രിയവും കാഴ്ചകൾ നിറഞ്ഞതുമായ പാത അഗുംബെ വഴിയുള്ളതാണ്. കൊല്ലൂരിൽ നിന്നും വാൻസെ, ഹലാടി, സോമേശ്വർ, അഗുംബെ,
ഹരിഹരപുര വഴി ശൃംഗേരിയിലേക്ക് ഏകദേശം 110 കിലോമീറ്ററാണുള്ളത്. ഏതാണ്ട് ഒരു 3 മണിക്കൂർ യാത്ര. ഇങ്ങോട്ടേക്ക് കൊല്ലൂരിൽ നിന്നും ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. മൂകാംബികയിൽ നിന്നും ഊണും കഴിഞ്ഞ് 2 മണിയോടെയാണ് ശൃംഗേരിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. വന്ദേസയും ഹാലടിയും കഴിയുന്നതോടെ വനപാതയിലേക്ക് കയറും. കാനനപാതയുടെ വന്യതയും തണുത്ത കാറ്റും നമുക്ക് സമ്മാനിക്കുന്നത് നഗരത്തിരക്കുകളിൽ നിന്നുള്ള പൂർണ്ണമായൊരു മോചനമാണ്. യാത്രയുടെ ഏറ്റവും ആവേശകരമായ ഘട്ടം തുടങ്ങുന്നത് സോമേശ്വർ ഭാഗത്തു നിന്നും തുടങ്ങി ചുരം കയറി ഷിമോഗ ജില്ലയിലെ അഗുംബെ ഗ്രാമം വരെ നീളുന്ന 30 കിലോമീറ്റർ വനപാതയാണ്. പൂർണ്ണമായും വനത്തിനുള്ളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നതും. പാതയുടെ തുടക്കത്തിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്നും ഒരു പാസ് തരും. അത് നമ്മൾ ഈ പാതയുടെ അവസാനമുള്ള ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. കുട്ടികളുമൊക്കെ കൂടെ ഉള്ളതുകൊണ്ടാവും അവർ പറഞ്ഞു, ശ്രദ്ധിച്ച് പതിയെ പോണം, എങ്ങും നിർത്താനും പാടില്ല. ഈ പാസ് അപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് അവരോട് വിളിക്കാനും പറയണം. വനപാലകരുടെ ആ കരുതലിൽ വളരെയധികം സന്തോഷം തോന്നി. പശ്ചിമഘട്ടത്തിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണിത്. ഇരുവശവും ആകാശം മുട്ടുന്ന വൻമരങ്ങളും പടർന്നു പന്തലിച്ച വള്ളിച്ചെടികളും വന്യമൃഗങ്ങളുടെ ശബ്ദവും. പകൽ പോലും ഒരു ഇരുണ്ട അന്തരീക്ഷമാണ് ഈ പാതയിൽ. സിംഹവാലൻ കുരങ്ങുകൾ, രാജവെമ്പാലകൾ എന്നിവയ്ക്ക് പേര് കേട്ട കാടാണിത്. വഴിയിൽ നിർത്തുന്നതിനോ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ തള്ളുന്നതിനും ഇവിടെ കർശനമായ വിലക്കുണ്ട്. അടുത്ത ചെക്ക് പോസ്റ്റ് കഴിയുന്നതോടെ അഗുംബെ ചുരം തുടങ്ങും. മാൽപെ തീർത്ഥഹള്ളി ദേശീയപാതയുടെ ഭാഗമായ ഈ 8 കിലോമീറ്റർ ദൂരത്തിനുള്ളിലാണ് സാഹസികവും മനോഹരവുമായ ആ 14 ഹെയർപിൻ വളവുകൾ മുഴുവനായും സ്ഥിതി ചെയ്യുന്നത്. ചുരത്തിൻ്റെ താഴത്തെ പകുതി ഭാഗം ഉടുപ്പി ജില്ലയിലും മുകളിലത്തെ 7 വളവുകൾ ഉൾപ്പെടുന്ന ഭാഗം ഷിമോഗ ജില്ലയിലുമാണ് വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നുകൂടി അറിയപ്പെടുന്ന അഗുംബയിലൂടെയുള്ള യാത്ര മഴക്കാലത്താണെങ്കിൽ വെള്ളച്ചാട്ടങ്ങളും മൂടൽമഞ്ഞും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു സ്വർഗമായിരിക്കും. RK നാരായണൻ്റെ മാൽക്കുടി ഡേയ്സ് എന്ന പ്രശസ്തമായ സീരിയൽ ചിത്രീകരിച്ചത് ഈ അഗുംബയിലാണ്. സമയമുണ്ടെങ്കിൽ വഴിയിൽ അല്പം തിരിഞ്ഞു പോയാൽ കുന്താദ്രി മലനിരകളിലേക്കും പോവാം. വലിയൊരു പാറക്കെട്ടിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന 17-ാം നൂറ്റാണ്ടിലെ ഒരു ജൈന ക്ഷേത്രമാണിത്. ചുരം റോഡായതിനാൽ നല്ലതുപോലെ സൂക്ഷിച്ചു വേണം പോവാൻ. അനാവശ്യമായ ബ്രേക്കിങ്ങുകൾ ഒഴിവാക്കി കഴിവതും താഴ്ന്ന ഗിയറുകളിൽ ചുരം കയറുകയും ഇറങ്ങുകയും ചെയ്യുക. മഴക്കാലത്ത് മഞ്ഞും വഴുക്കലും ഉണ്ടാവും. അതുപോലെ കാട്ടുപാതയായതിനാൽ വാഹനത്തിൽ അത്യാവശ്യത്തിന് ഇന്ധനവും നമുക്ക് വേണ്ട ലഘുഭക്ഷണവും വെള്ളവുമൊക്കെ കരുതുകയും വേണം. അങ്ങനെ വൈകുന്നേരം 5 മണിയോടെ ശൃംഗേരിയിലേക്കെത്തി. ഇവിടെ വന്നാൽ മഠത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ശങ്കരകൃപ, ശാരദകൃപ, യാത്രി നിവാസ് എന്നിങ്ങനെ 6ഓളം ഗസ്റ്റ് ഹൗസുകളും ലഭ്യമാണ്. വളരെ കുറഞ്ഞ നിരക്കിൽ വൃത്തിയുള്ള റൂമുകളും ഡോർമെട്രികളും നമുക്ക് ലഭിക്കും. ഗോപുരത്തോട് ചേർന്ന് തന്നെ ക്ഷേത്രം ഇൻഫർമേഷൻ ഓഫീസുണ്ട്. ഇവിടെ ചെന്നാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യുകയും ചെയ്യാം. അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി തുങ്കാനദിയുടെ വടക്കേ കരയിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഇനി ആഹാര കാര്യമാണെങ്കിൽ അതിനും വിഷമിക്കേണ്ട. ക്ഷേത്രത്തിന് പുറകിലായി ശ്രീ ഭാരതി തീർത്ഥ പ്രസാദ എന്ന പേരിൽ വലിയൊരു അന്നദാന മണ്ഡപവുമുണ്ട്. ഉച്ചയ്ക്കും രാത്രിയിലും നല്ല വൃത്തിയുള്ള ആഹാരവും കഴിക്കാം. ശൃംഗേരി തിരക്കേറിയ ഒരു ക്ഷേത്രനഗരമല്ല, വളരെ ശാന്തവും മനോഹരവുമായ ഒരു പ്രദേശം. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷമാണ് നമുക്കുണ്ടാവുക. മഠത്തിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ആ അച്ചടക്കവും വൃത്തിയും എല്ലായിടവും കാണാം. ക്ഷേത്രത്തിന് മുൻപിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് തെന്നിന്ത്യൻ വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന മനോഹരമായ കൊത്തുപണികൾ ചെയ്ത വലിയ രാജഗോപുരമാണ്. ഈ ഗോപുരവാതിൽ കടന്നാൽ വിശാലമായ ക്ഷേത്രമുറ്റത്തേക്കാണ് പ്രവേശിക്കുക. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഒരു ഡ്രസ് കോഡുണ്ട്. പരമ്പരാഗതമായ വസ്ത്രങ്ങൾ കയ്യിൽ കരുതണം. ഗോപുരത്തിന് മുൻപിൽ തന്നെ നിർദ്ദേശങ്ങളടങ്ങിയ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഗോപുരം കടന്നാൽ വലതുവശത്തായി മഠത്തിൻ്റെ പ്രധാന ഓഫീസും ഇൻഫർമേഷൻ സെൻ്ററും ഒക്കെയാണുള്ളത്. നേരെ മുന്നിലേക്ക് നീളുന്നത് കരിങ്കല്ല് പാകിയ വിശാലമായ ക്ഷേത്രമതിലകമാണ്. ഇവിടെ നിന്നാണ് ശൃംഗേരിയിലെ 2 പ്രധാന ക്ഷേത്രങ്ങളുടെയും ദൃശ്യങ്ങൾ ഒന്നിച്ച് തെളിയുന്നത്. നദിക്കക്കരയും ഇക്കരയുമാണ് ശൃംഗേരി നഗരം സ്ഥിതി ചെയ്യുന്നത്. നദിക്ക് ഇക്കരയുള്ള ഭാഗത്താണ് ശാരദാ ക്ഷേത്രവും വിദ്യാശങ്കര ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. തൊട്ടു താഴെയായി തുങ്കാ നദിക്കടവാണ്. പാലം കടന്ന് നദിക്കക്കര ചെന്നാൽ അവിടെയാണ് നരസിംഹവനവും ആശ്രമങ്ങളും ഗുരുക്കന്മാരുടെ സമാധി സ്ഥലങ്ങളും കാലഭൈരവ ക്ഷേത്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളായി വിശദമായി മനസ്സിലാക്കാം.
ശൃംഗേരിയുടെ ജീവനാഡിയാണ് തുംഗാനദി. പശ്ചിമഘട്ടത്തിലെ വരാഹപർവ്വതത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നതും. വരാഹപർവ്വതത്തിന് ഗംഗാമൂലം എന്ന പേരുകൂടിയുണ്ട്. തുംഗഭദ്ര എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ക്ഷേത്ര സമീപത്തുകൂടി ഒഴുകുന്ന തുംഗ ഏകദേശം 16 കിലോമീറ്റർ അകലെയുള്ള കൂടലി എന്ന സ്ഥലത്ത് വെച്ച് തൻ്റെ സഹോദരിയായ ഭദ്രയുമായി കൂടിച്ചേരുമ്പോഴാണ് തുംഗഭദ്ര നദിയായി മാറുന്നത്. ഈ നദിയുമായി ബന്ധിച്ച് ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. പുരാണങ്ങളനുസരിച്ച് തുംഗാനദിയുടെ ഉത്ഭവത്തിന് വരാഹാവതാരവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണുള്ളത്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിദേവിയെ മോഷ്ടിച്ച് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചപ്പോൾ മഹാവിഷ്ണു വരാഹാവതാരം കൈക്കൊണ്ട് അസുരനെ വധിക്കുകയും ഭൂമിയെ തൻ്റെ ദംഷ്ട്രകളിൽ താങ്ങി നിർത്തുകയും ചെയ്തു. ഈ ദൗത്യത്തിന് ശേഷം വരാഹമൂർത്തി പശ്ചിമഘട്ടത്തിലെ വരാഹപർവ്വതത്തിൽ വിശ്രമിക്കുന്ന സമയം ഭഗവാന്റെ കൊമ്പുകളിൽ നിന്നും ജലബിന്ദുക്കൾ താഴേക്ക് ഒഴുകിയിറങ്ങി. ഇടതുകൊമ്പിൽ നിന്നും ഒഴുകിയിറങ്ങിയ ജലം തുംഗാനദിയായും വലതുകൊമ്പിൽ നിന്നും ഒഴുകിയിറങ്ങിയ ജലം ഭദ്രാനദിയായും മാറി എന്നാണ് വിശ്വാസം. പിന്നീട് ഇവ കൂടിച്ചേർന്ന് തുംഗഭദ്രയായി മാറുന്നു. തുംഗാപാനം ഗംഗാസ്നാനം എന്നൊരു പ്രശസ്തമായ കന്നഡ ശ്ലോകവുമുണ്ട്. അതായത് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതും തുംഗാനദിയിലെ വെള്ളം കുടിക്കുന്നതും ഒരുപോലെ പുണ്യമാണെന്നാണ് വിശ്വാസം. അത്രമേൽ ഔഷധഗുണമുള്ളതും ശുദ്ധവുമാണ് തുംഗയിലെ ജലം. ശൃംഗേരിയിലെത്തുന്ന ഏതൊരു തീർത്ഥാടകനെയും മണിക്കൂറുകളോളം ഇരുത്തിക്കളയുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. അതിരാവിലെ വന്നാൽ സന്യാസിമാരും ആചാര്യന്മാരും തർപ്പണം നടത്തുന്നതും സന്ധ്യാവന്ദനവും ജപവുമൊക്കെ നടത്തുന്ന മനോഹരവും ഭക്തിസാന്ദ്രവുമായ കാഴ്ചകൾ കാണാം. ഈ നദിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വലിയ മത്സ്യങ്ങളാണ്. മഹാസീർ എന്ന ഇനത്തിൽപ്പെട്ട ഭീമാകാരമായ 100 കണക്കിന് മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. മഠം ഇവിടെ മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നതിനാൽ മനുഷ്യരുമായി പൊതുവെ ഇണങ്ങിയ ഒരു രീതിയാണിതിന്. ഭക്തർ നൽകുന്ന മലരും പൊരിയും തിന്നാനായി അവ കൂട്ടത്തോടെ വെള്ളത്തിന് മുകളിലേക്ക് ചാടുന്നത് കാണാനും ഒരു കൗതുകമാണ്. ശാരദാംബയുടെ മക്കൾ എന്നാണ് ഇവയെ പ്രദേശവാസികൾ വിളിക്കുന്നത്. ഇവയ്ക്ക് തീറ്റ നൽകുന്നതും ഒരു വഴിപാടാണ്. തൻ്റെ ദിഗ്വിജയ യാത്രയ്ക്കിടെ ഈ പ്രദേശത്തെത്തിയ ആദി ശങ്കരാചാര്യർ ഈ നദീതീരത്ത് വിശ്രമിക്കുന്ന സമയത്താണ് ആദ്യം പറഞ്ഞ കഥയിലെ നാഗത്തിനെയും തവളയെയും കാണുന്നത്. അങ്ങനെയാണ് ഈ പവിത്രമായ ഭൂമിയിൽ മഠം സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതും. ഇവിടെ ആ ഭാഗത്തായി ഒരു ശിവലിംഗവും കാണാം. തുടക്കത്തിൽ ശങ്കരാചാര്യർ തുംഗാനദിയിലെ ഒരു പാറപ്പുറത്ത് വലിയൊരു ശ്രീചക്രം ആലേഖനം ചെയ്തു. അതിനു മുകളിൽ ചന്ദനത്തടിയിൽ തീർത്ത ഒരു ചെറിയ ശാരദാദേവി വിഗ്രഹമാണ് അദ്ദേഹം ആദ്യം പ്രതിഷ്ഠിച്ചത്. ജ്ഞാനത്തിൻ്റെയും കലകളുടെയും പ്രതീകമായ ദേവിയെ പ്രതിഷ്ഠിച്ചതിലൂടെ ഈ മഠം ശാരദാപീഠം എന്നും അറിയപ്പെട്ടു. തുടക്കത്തിൽ ഒരു ഓലമേഞ്ഞ ചെറിയ മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വഴിയൊരുക്കിയ ശൃംഗേരി മഠത്തിലെ 12ാമത്തെ ജഗദ്ഗുരുവായ ശ്രീ വിദ്യാരണ്യസ്വാമികളുടെ കാലത്താണ് ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ കരിങ്കല്ലിലും തടിയിലുമായി പുനർനിർമ്മിക്കുന്നത്. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം അദ്ദേഹമാണ് ശങ്കരാചാര്യസ്വാമികൾ പ്രതിഷ്ഠിച്ച ചന്ദന വിഗ്രഹത്തിന് പകരം ഇന്ന് കാണുന്ന മനോഹരമായ സ്വർണ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും. പത്മാസനസ്ഥയായ രീതിയിലാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചതുർബാഹുവായ ദേവീ വിഗ്രഹത്തിൻ്റെ മുകളിലത്തെ 2 കൈകളിൽ ഒന്നിൽ അമൃതകുംഭവും രണ്ടാമത്തേതിൽ തത്തയും ഒരു ജപമാലയുമാണുള്ളത്. അതുപോലെ തന്നെ താഴത്തെ ഇടത് കൈയിൽ താളിയോല ഗ്രന്ഥവും വലത് കൈ ചിന്മുദ്രയിലുമാണ് കാണാൻ കഴിയുക. ഓരോ കൈയിലെയും ചിഹ്നങ്ങൾ ജ്ഞാനത്തിൻ്റെ വിവിധ തലങ്ങളെ സൂചിപ്പിക്കുന്നു. ദേവിയുടെ കയ്യിലെ ജപമാലയിലെ ഓരോ മുത്തുകളും ഓരോരോ ബീജാക്ഷരങ്ങളാണത്രേ. ആദിശങ്കരൻ സ്വന്തം കൈപ്പടയിൽ വരച്ച ആ ശ്രീചക്രം ഇന്നും ഈ വിഗ്രഹത്തിൻ്റെ തൊട്ടു താഴെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശ്രീചക്രത്തിലാണ് ദിവസേനയുള്ള പ്രധാന പൂജകളെല്ലാം നടക്കുന്നത്. സാധാരണ സരസ്വതി ദേവി വിഗ്രഹങ്ങൾ വീണയേന്തി നിൽക്കുന്നതാണെങ്കിൽ ഇവിടെ ശാരദാംബ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ജ്ഞാനവും ഉള്ളിലൊതുക്കിയ രൂപത്തിലാണ് അനുഗ്രഹം ചൊരിയുന്നത്. ശാരദാംബ ക്ഷേത്രം ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിലും പിന്നീട് മാറ്റങ്ങൾ വരുത്തിയ നാട്ടുകോട്ടൈ ചെട്ടിപ്പടി സമ്പ്രദായത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുള്ള വിദ്യാശങ്കര ക്ഷേത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണിത്. ഈ ക്ഷേത്രത്തിന് കർണാടക ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു തമിഴ്നാട് ശൈലിയാണ് കൂടുതൽ തോന്നുക. അതിനുമുണ്ട് ഒരു പ്രത്യേക കാരണം. ശാരദാ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം നടന്നത് 1907 മുതൽ 1916 വരെയുള്ള കാലഘട്ടത്തിലാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ തീപിടുത്തമുണ്ടാവുകയും അന്ന് തടി കൊണ്ടുള്ള പല ഭാഗങ്ങളും നശിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അന്നത്തെ ജഗദ്ഗുരുവായ ശ്രീ സച്ചിദാനന്ദ ശിവാഭിനവ നരസിംഹഭാരതി സ്വാമികളുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ കരിങ്കല്ലിൽ പൂർണ്ണമായി പുനർനിർമ്മിക്കാനുള്ള ആ വലിയ ദൗത്യം ഏറ്റെടുത്തത് തമിഴ്നാട്ടിലെ നാട്ടുകോട്ടൈ ചെട്ടിയാർമാർ ആയിരുന്നു.
ഏതാണ്ട് 9 വർഷത്തോളം എടുത്താണ് അവർ ഇന്നത്തെ മനോഹരമായ ഈ കരിങ്കൽ ക്ഷേത്രം പടുത്തുയർത്തിയത്. ഇതിനായി തമിഴ്നാട്ടിൽ നിന്നുള്ള മികച്ച ശില്പികളെ തന്നെ അവർ ശൃംഗേരിയിൽ എത്തിച്ചു. ശാരദാംബ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന വലിയ പ്രാകാരങ്ങളും അതിമനോഹരമായ കൊത്തുപണികളുള്ള കരിങ്കൽ തൂണുകളും തമിഴ്നാട്ടിലെ ദ്രാവിഡ ചെട്ടിനാട് വാസ്തുവിദ്യയുടെ പ്രതിഫലനമാണ്. തമിഴകത്തെ പുരാതന ക്ഷേത്രങ്ങളായ ചിദംബരത്തെയും മധുരയിലെയുമൊക്കെ അതേ ശില്പചാതുരി അവർ ശൃംഗേരിയിലും കൊണ്ടുവന്നു. ശാരദാപീഠത്തിലെ വിദ്യാരംഭം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ജ്ഞാനത്തിൻ്റെയും കലകളുടെയും അധിപതിയായ ശ്രീ ശാരദാംബയുടെ സന്നിധിയിൽ വെച്ച് ആദ്യക്ഷരം കുറിക്കാൻ സാധിക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കാണുന്നത്. മൂകാംബികയിലെ പോലെ തന്നെ ഇവിടെയും 365 ദിവസവും വിദ്യാരംഭം നടക്കുന്നുണ്ട്. ദിവസവും 100 കണക്കിന് കുട്ടികളും ഉണ്ടാവും. ശൃംഗേരിയിലെ വിദ്യാരംഭം കൂടുതൽ സവിശേഷമാകുന്നത് ഇവിടുത്തെ ജഗദ്ഗുരുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. കുട്ടികൾക്ക് ആദ്യക്ഷരം കുറിച്ചതിന് ശേഷം നദിക്കക്കരെയുള്ള നരസിംഹവനത്തിൽ പോയി ജഗദ്ഗുരുവിനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങുമുണ്ട്. പ്രത്യേകിച്ചും വിജയദശമി നാളുകളിൽ ജഗദ്ഗുരു നേരിട്ട് കുട്ടികളുടെ നാവിൽ സ്വർണ്ണസൂചി കൊണ്ട് ഹരിശ്രീ കുറിക്കുന്ന ഒരു അപൂർവ ചടങ്ങുമുണ്ട്. ആ സമയത്ത് ആയിരക്കണക്കിന് മാതാപിതാക്കളാണ് തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തുന്നത്. നവരാത്രി ദിവസങ്ങളാണ് ശൃംഗേരിയിലെ ഏറ്റവും പ്രധാനമായ ആഘോഷ ദിവസങ്ങളും. ശൃംഗേരി എന്ന വാക്കിന് പിന്നിലുള്ള ഋഷിശൃംഗ മഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ പിതാവ് വിഭാണ്ഡക മഹർഷിയുടെയും കഥയ്ക്ക് രാമായണ കാലത്തോളം പഴക്കമുള്ളതാണ്. ഋഷ്യശൃംഗഗിരി എന്നാണ് ആദ്യം ഇവിടം അറിയപ്പെട്ടിരുന്നത്. കാലക്രമേണ അത് ശൃംഗഗിരി എന്നും പിന്നീട് ഇന്നത്തെ ശൃംഗേരി എന്ന പേരായും പരിണമിച്ചു. കഠിന തപസ്യായിരുന്ന വിഭാണ്ഡക മഹർഷിക്ക് മാനിൽ നിന്നും ഒരു പുത്രനുണ്ടായി. ജനിച്ചപ്പോൾ തന്നെ ശിരസിലൊരു മാൻകൊമ്പ് കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുട്ടി ഋഷ്യശൃംഗൻ എന്ന് വിളിക്കപ്പെട്ടു. തൻ്റെ പുത്രൻ സ്ത്രീകളുടെ ലൗകികമായ യാതൊരു മോഹങ്ങളിലും വീഴരുത് എന്ന് വിഭാണ്ഡക മഹർഷി ആഗ്രഹിച്ചതിനാൽ സ്ത്രീകളുടെ സാന്നിധ്യമോ ശബ്ദമോ പോലുമില്ലാത്ത പശ്ചിമഘട്ടത്തിലെ ഉൾവനത്തിനുള്ളിൽ തികച്ചും ഒറ്റപ്പെടുത്തിയാണ് അദ്ദേഹം മകനെ വളർത്തിയത്. ലോകത്ത് സ്ത്രീകളെന്നൊരു വിഭാഗം ഉണ്ടെന്ന് പോലും അറിയാതെ വേദപഠനത്തിലും യോഗാഭ്യാസത്തിലും മുഴുകി ആ ബാലൻ വളർന്നു. ഈ സമയത്താണ് അംഗരാജ്യത്തിൽ കടുത്ത വരൾച്ചയുണ്ടാകുന്നത്. തൻ്റെ കാൽപാദം കുത്തിയാൽ പോലും മഴ പെയ്യിക്കാൻ ശേഷിയുള്ള ഋഷിശൃംഗനെപ്പറ്റി കേട്ടറിഞ്ഞ ലോമപാത മഹാരാജാവ് ഋഷിശൃംഗനെ രാജ്യത്തേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ കോപിഷ്ഠനായ വിഭാണ്ഡക മഹർഷിയെ ഭയന്ന് ആരും വനത്തിലേക്ക് പോകാൻ തയ്യാറായില്ല. ഒടുവിൽ രാജകുമാരിയായ ശാന്തയും തോഴിമാരും സന്യാസിനിമാരുടെ വേഷം ധരിച്ച് രുദ്രാക്ഷമാലകളും ഭസ്മവുമൊക്കെ അണിഞ്ഞ് വിഭാണ്ഡകൻ ആശ്രമത്തിലില്ലാത്ത സമയം നോക്കി അവിടെ എത്തി. ആദ്യമായി സ്ത്രീകളെ കണ്ട ഋഷിശൃംഗന് അവരെ കണ്ട് കൗതുകം തോന്നുകയും അവരുടെ സ്നേഹപൂർണമായ പെരുമാറ്റത്തിൽ ആകർഷനായി അവരുടെ ആവശ്യം അംഗീകരിക്കുകയും തൻ്റെ പിതാവിനെ താൻ കാര്യം പറഞ്ഞ് പിന്നീട് മനസ്സിലാക്കിച്ചുകൊള്ളാം എന്നും പറഞ്ഞ് അവരുടെ കൂടെ വഞ്ചിയിലേറി അംഗരാജ്യത്തിൻ്റെ തലസ്ഥാനത്തെത്തി. അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹം അവിടെ കാൽ കുത്തിയ ഉടൻ തന്നെ അവിടെ സമൃദ്ധമായ മഴയും പെയ്തു. സന്തോഷവാനായ രാജാവ് ശാന്തയെ ഋഷിശൃംഗന് വിവാഹം ചെയ്തു നൽകി. പിന്നീട് അയോധ്യയിലെ ദശരഥ മഹാരാജാവിന് വേണ്ടി പുത്രകാമേഷ്ടിയാഗം നടത്തിയതും ഇതേ ഋഷിശൃംഗ മഹർഷിയാണ്. അതിൻ്റെ ഫലമായാണ് ശ്രീരാമദേവനും സഹോദരന്മാരും ജനിക്കുന്നത്. യാഗങ്ങൾക്ക് ശേഷം ഋഷിശൃംഗൻ തൻ്റെ പത്നിയെയും കൂട്ടി ശൃംഗേരിയിലേക്ക് തിരിച്ചെത്തി. പക്ഷെ അപ്പോഴേക്കും പിതാവായ വിഭാണ്ഡക മഹർഷി തൻ്റെ ജീവിതോപാസന പൂർത്തിയാക്കി താൻ ആരാധിച്ചിരുന്ന മലമുകളിലുള്ള ഒരു ശിവലിംഗത്തിലേക്ക് ലയിച്ചു ചേർന്നിരുന്നു. ഇതാണ് ശൃംഗേരിയിൽ ഇന്ന് കാണപ്പെടുന്ന മലഹാനികേശ്വര ക്ഷേത്രം. ആത്മാവിലെ മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനായി ഇവിടെ ദർശനം നടത്തിയാൽ മതി എന്നാണ് വിശ്വാസം. മലഹാനികേശ്വരൻ എന്ന പദത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. പിതാവിൻ്റെ സമാധിക്ക് ശേഷം തൻ്റെ ശേഷനാളുകൾ ഋഷിശൃംഗൻ ചെലവഴിച്ചത് ശൃംഗേരിക്കടുത്തുള്ള കിഗ്ഗ എന്ന സ്ഥലത്താണ്. അദ്ദേഹവും തൻ്റെ പിതാവിനെ പോലെ തന്നെ സമാധി സമയത്ത് താൻ ആരാധിച്ചിരുന്ന ശിവലിംഗത്തിലേക്ക് ലയിച്ചു ചേരുകയായിരുന്നു. കിഗ്ഗയിൽ ഋഷിശൃംഗേശ്വര ക്ഷേത്രം എന്ന പേരിൽ ഒരു ശിവക്ഷേത്രവുമുണ്ട്. ഐതിഹ്യത്തെ ശരിവയ്ക്കും വിധം ഇവിടുത്തെ ശിവലിംഗത്തിൽ മാൻകൊമ്പ് പോലൊരു ഭാഗവും കാണാം. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ പഴയ പുരാണകഥയെ അനുസ്മരിപ്പിക്കും വിധം രാജകുമാരിയുടെ തോഴിമാർ ഋഷിശൃംഗനെ പല്ലക്കിൽ കയറ്റിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കൊത്തിവെച്ചിട്ടുമുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ഋഷിശൃംഗേശ്വര ലിംഗത്തിൽ ധാര ചെയ്യാൻ വഴിപാടിന് കൊടുത്താൽ എത്ര കടുത്ത വരൾച്ചയുള്ള നാട്ടിലും മഴ പെയ്യുമെന്നുമാണ് വിശ്വാസം. ഇവിടെ അതിനായി വഴിപാടുകൾ കഴിക്കാൻ ധാരാളം ആളുകളും എത്തിച്ചേരാറുണ്ട്.
ഇവിടെയുള്ള വിദ്യാശങ്കര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എത്രത്തോളം വിസ്മയിപ്പിക്കുന്നതാണോ അത്രത്തോളം തന്നെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് ഇതിൻ്റെ പിന്നിലെ ചരിത്രവും ഐതിഹ്യവും. ശൃംഗേരി മഠത്തിലെ 10ാമത്തെ ആചാര്യനായിരുന്നു ശ്രീ വിദ്യാതീർത്ഥ മഹാരാജ്. AD 1229 മുതൽ 1333 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അതിശക്തനായ ഒരു യോഗി കൂടിയായിരുന്നു വിദ്യാതീർത്ഥ സ്വാമികൾ. ശരീരത്തെ പൂർണ്ണമായും വായുവിൽ നിർത്താനും ശ്വാസം നിയന്ത്രിക്കാനും കഴിയുന്ന ലംബികായോഗത്തിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. തൻ്റെ സമാധി സമയമെടുത്തപ്പോൾ അദ്ദേഹം പ്രിയ ശിഷ്യരായ ഭാരതീതീർത്ഥ സ്വാമികളെയും വിദ്യാരണ്യ സ്വാമികളെയും അടുത്തു വിളിച്ച് ഒരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ തുംഗാനദിക്കരയിലെ ഒരു ഗുഹയിൽ ലംബികായോഗത്തിലിരുന്ന് ജീവസമാധി പ്രാപിക്കാൻ പോവുകയാണ്. ഈ ഗുഹ പുറത്തുനിന്നും പൂട്ടണം. അടുത്ത 12 വർഷത്തേക്ക് ഇതാരും തുറക്കാനും പാടില്ല. 12 വർഷം കഴിയുമ്പോൾ എൻ്റെ ശരീരം ഒരു ശിവലിംഗമായി മാറിയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രമേ ഈ ഗുഹ തുറക്കാവൂ. ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം ശിഷ്യന്മാർ അദ്ദേഹം അകത്ത് കയറിയുടൻ ആ ഗുഹ പൂട്ടി കാത്തു സൂക്ഷിച്ചു. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഭാരതീതീർത്ഥയും വിദ്യാരണ്യ സ്വാമികളും ഇല്ലാതിരുന്ന സമയത്ത് ഗുരുവിനോടുള്ള ഭക്തിയും കടുത്ത ആകാംക്ഷയും മൂലം അവിടെയുള്ള ചില കാവൽക്കാർ ആ ഗുഹ തുറന്നു നോക്കി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. യോഗേശ്വരനായ വിദ്യാതീർത്ഥ സ്വാമികളുടെ ശരീരം പകുതിയും ഒരു ശിവലിംഗമായി മാറിക്കഴിഞ്ഞിരുന്നു. പൂർത്തിയാവുന്നതിന് മുൻപ് ഗുഹ തുറന്നതിനാൽ ആ പ്രക്രിയ തടസ്സപ്പെടുകയും ശരീരം അപ്രത്യക്ഷമാവുകയും അവിടെ പകുതി രൂപം കൊണ്ട ശിവലിംഗം മാത്രം അവശേഷിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ ഭാരതീതീർത്ഥയും വിദ്യാരണ്യ സ്വാമികളും ഗുരുവിൻ്റെ വാക്ക് തെറ്റിച്ചതിൽ ദുഃഖിതരാവുകയും അങ്ങനെ ആ ശിവലിംഗം അവിടെ നിർത്തിക്കൊണ്ട് അതിന് ചുറ്റുമായി നിർമ്മിച്ചതാണത്രേ ഇന്ന് കാണുന്ന ഈ വിദ്യാശങ്കര ക്ഷേത്രം. യഥാർത്ഥത്തിൽ വിദ്യാതീർത്ഥ സ്വാമികളുടെ സമാധി സ്ഥാനമാണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ വിദ്യാശങ്കര ലിംഗം എന്നാണ് അറിയപ്പെടുന്നതും. ഐതിഹ്യത്തിനപ്പുറം ഭാരതീയ ചരിത്രത്തിൽ ഈ ക്ഷേത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. AD 1332 അന്നത്തെ മഠാധിപതിയായിരുന്ന ഭാരതീതീർത്ഥ സ്വാമികളുടെ കാലത്താണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിദ്യാരണ്യ സ്വാമികളുടെ കാലത്താണ് വിപുലമായ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഭാരതചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. 14ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങൾ നിരന്തരമായ വിദേശ അധിനിവേശങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ആ ഘട്ടത്തിലാണ് ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരന്മാർക്ക് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ അക്കാലത്തെ മഠാധിപതിയായിരുന്ന ശ്രീ വിദ്യാരണ്യ സ്വാമികൾ വഴികാട്ടിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളുടെ ഫലമായി വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായി. ഇതിൻ്റെ നന്ദിസൂചകമായി രാജാക്കന്മാർ തങ്ങളുടെ കുലഗുരുവായിരുന്ന വിദ്യാതീർത്ഥ സ്വാമികളുടെ സ്മരണാർത്ഥം ശൃംഗേരിയിൽ ഒരു വിസ്മയ ക്ഷേത്രം നിർമ്മിക്കാൻ തന്നെ തീരുമാനിച്ചു. AD 1338 ആരംഭിച്ച് വർഷങ്ങളെടുത്താണ് ഈ കരിങ്കൽ കൊട്ടാരം പൂർത്തിയാക്കിയത്. വിജയനഗര രാജാക്കന്മാരുടെ രാജകീയ മുദ്രയായ വരാഹചിഹ്നം ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊത്തിവച്ചിരിക്കുന്നത് കാണാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വാസ്തുവിദ്യാശൈലിക്ക് അടിത്തറയിട്ട ആദ്യകാല നിർമ്മിതികളിലൊന്നാണിത്. ഇവിടെ വന്നാൽ നമ്മുടെ ശ്രദ്ധയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും പുരാതനമായ ഈ വിദ്യാശങ്കര ക്ഷേത്രം തന്നെയാണ്. ശൃംഗേരി എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രവും ഈ വിദ്യാശങ്കര ക്ഷേത്രത്തിൻ്റേത് തന്നെയാണ്. ഹൊയ്സാല, വിജയനഗര, ദ്രാവിഡ വാസ്തുവിദ്യാശൈലികളുടെ അതിമനോഹരമായൊരു സംയോജനമാണ് ഈ ക്ഷേത്രം. കൊത്തുപണികളും ശില്പങ്ങളുമില്ലാത്ത ഒരു ഭാഗം പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ക്ഷേത്രത്തിന് ചുറ്റും ഓരോ ഇഞ്ചിലും കൊത്തുപണികളാണ്. ക്ഷേത്രഭിത്തികളിൽ നിന്നും നമുക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. നക്ഷത്രാകൃതിയിലാണ് അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ കപ്പൽ അല്ലെങ്കിൽ ഒരു രഥം തുംഗാനദിക്കരയിൽ വന്ന് നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. ദീർഘവൃത്താകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതും. ഒരേ കേന്ദ്രബിന്ദുവിൽ നിന്നും കൃത്യമായ അളവുകളിൽ ശിലകൾ വളച്ചു വെച്ച് നിർമ്മിച്ച ഈ ഘടന അക്കാലത്തെ വാസ്തുവിദ്യാ മികവിൻ്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്. അകത്തെ കാഴ്ചകൾ കാണിക്കുവാൻ നിവൃത്തിയില്ല, എങ്കിലും കണ്ട കാഴ്ചകൾ ഒന്ന് പറഞ്ഞു പോവാം. ക്ഷേത്രത്തിനുള്ളിലെ നവരംഗ മണ്ഡപത്തിൽ വൃത്താകൃതിയിൽ നിൽക്കുന്ന 12 തൂണുകളുണ്ട്. ഇവ മേൽക്കൂരയെ താങ്ങി നിർത്താൻ മാത്രമല്ല, കാലഗണന നടത്തുന്ന 12 രാശി സ്തംഭങ്ങൾ കൂടിയാണ്. ഇവയെ ഒരു സോളാർ കലണ്ടർ എന്ന് തന്നെ പറയാം. ഓരോ തൂണിലും മേടം, ഇടവം, മിഥുനം എന്നിങ്ങനെ 12 രാശികളുടെ ചിഹ്നങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. വർഷത്തിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും സ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് ഓരോ മാസത്തിലും പുലർക്കാലത്തെ സൂര്യപ്രകാശം ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ വാതിലിലൂടെ അകത്തേക്ക് കടന്ന്
കൃത്യമായി ആ മാസത്തെ രാശിയിലുള്ള തൂണിലാണ് പതിക്കുക. ഉച്ചസമയത്ത് സൂര്യൻ നേരെ മുകളിൽ വരുമ്പോൾ ഈ 12 തൂണുകളുടെയും നിഴൽ മണ്ഡപത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു പ്രത്യേക ബിന്ദുവിലാണ് വന്നു വീഴുക. അക്കാലത്ത് സമയം കണക്കാക്കാൻ ജ്യോതിഷികളും ആചാര്യന്മാരും ഉപയോഗിച്ചിരുന്ന സംവിധാനമാണിത്. വർഷത്തിൽ 2 തവണ വരുന്ന വിഷുവം, അതായത് പകലും രാത്രിയും തുല്യമാകുന്ന ദിവസം, അതുപോലെ അയനാന്തങ്ങൾ, അതായത് ഏറ്റവും നീണ്ട പകലും നീണ്ട രാത്രിയും വരുന്ന ദിവസങ്ങൾ, ഇവയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്താൻ തക്കവണ്ണമാണ് ക്ഷേത്രത്തിൻ്റെ വാതിലുകളും ഈ തൂണുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് വെറും ഒരു കലണ്ടർ എന്നതിനുമപ്പുറം ഭൂമിയുടെ ഭ്രമണപഥത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ആസ്ട്രോണമിക്കൽ ടൂൾ കൂടിയാണ് വിദ്യാരണ്യസ്വാമികളുടെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ രാശിത്തൂണിന്മേലും വ്യാളി രൂപങ്ങൾ കാണാം. ഈ വ്യാളിയുടെ വായ്ക്കുള്ളിൽ കല്ലിൽ തീർത്ത ഒരു പന്തുണ്ട്. ഈ പന്ത് കൈകൊണ്ട് തൊട്ടാൽ വായ്ക്കുള്ളിൽ ഉരുളുന്ന രീതിയിലാണ്. പക്ഷേ അത് പുറത്തേക്കെടുക്കാനും സാധിക്കില്ല. ഒരൊറ്റ കല്ലിൽ നിന്നാണ് ശില്പികൾ ഈ അത്ഭുതം കൊത്തിയെടുത്തിരിക്കുന്നതും. പ്രധാന മൂർത്തിയായ വിദ്യാശങ്കരനെ കൂടാതെ ഗർഭഗൃഹത്തിൻ്റെ വശങ്ങളിലായി വിദ്യാലക്ഷ്മി, ജനാർദ്ദനസ്വാമി, ശങ്കരനാരായണൻ, ശക്തി ഗണപതി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പിന്നെ കാവൽ മൂർത്തികളായി മയിൽവാഹനത്തിലേറിയ കാർത്തികേയസ്വാമി, മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുള്ള ദുർഗാദേവി എന്നുവേണ്ട ശൈവ വൈഷ്ണവ ഭേദമില്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മീയ ശക്തികളെയും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന അദ്വൈത ദർശനത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള തെളിവാണ് ഈ ഗർഭഗൃഹം. ക്ഷേത്രത്തിൻ്റെ പുറം ഭിത്തികൾ പുരാണ കഥകളുടെയും കഥാപാത്രങ്ങളുടെയും ഒരു വിജ്ഞാന കോശമാണ്. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ. ഏറ്റവും താഴത്തെ തട്ടിൽ 100 കണക്കിന് ആനകൾ വരിവരിയായി നിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭാരത്തെയും താങ്ങി നിർത്തുന്ന കരുത്തിൻ്റെ പ്രതീകമാണത്. കൗതുകകരമായ മറ്റൊരു കാര്യം, ഇതിലൊരൊറ്റ ആനയുടെ ഭാവം പോലും മറ്റൊന്നുമായി സാമ്യമുള്ളതുമല്ല. ആനകളുടെ തൊട്ടുമുകളിലായി വേഗതയുടെ പ്രതീകമായി കുതിരകളും പ്രൗഢിയുടെയും അധികാരത്തിൻ്റെയും പ്രതീകമായി സിംഹങ്ങളെയും കൊത്തിവച്ചിരിക്കുന്നു. സിംഹങ്ങൾക്ക് മുകളിലായി പുരാണ കഥാസന്ദർഭങ്ങൾ വരിവരിയായി കൊത്തിവച്ചിരിക്കുന്നു. കൂടാതെ മനോഹരമായ പൂക്കളും വള്ളിച്ചെടികളും. ഇവിടെ മറ്റൊരത്ഭുതം കൂടിയുണ്ട്. മേൽക്കൂരയുടെ വശങ്ങളിലുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത വലിയ കരിങ്കൽ ചങ്ങലക്കണ്ണികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു ഇരുമ്പ് ചങ്ങലയാണെന്ന് തോന്നുമെങ്കിലും അടുത്ത് ചെല്ലുമ്പോഴാണ് ഇത് പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ചതാണെന്ന രഹസ്യം നമുക്ക് മനസ്സിലാവുക. അതുമാത്രമല്ല, ഇത് പ്രത്യേകമൊരു ശിലയുമല്ല. മേൽക്കൂരയുടെ ഭാഗമായി നിൽക്കുന്ന ആ ഒരു വലിയ കരിങ്കല്ല് വെട്ടിത്തുരന്ന് ഉള്ളിൽ നിന്നും കണ്ണിയായി കൊത്തിയെടുത്തതാണിവ. ഒരൊറ്റ കല്ലിൽ നിന്നും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എന്നാൽ ചലിപ്പിക്കാൻ സാധിക്കുന്ന കണ്ണികൾ വേർതിരിച്ചെടുക്കുക എന്നത് അതീവ സങ്കീർണമായ ഒരു ശില്പകലയാണ്. കാറ്റടിക്കുമ്പോൾ ഇത് ചെറുതായി ആടുകയും ചെയ്യും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വിശ്വകർമ്മജരുടെ കൈവിരുതും കൃത്യതയും എത്രമാത്രം ഉയർന്നതായിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ഒരൊറ്റ കല്ലിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഭാഗം പൂർണ്ണമായും മാറ്റേണ്ടി വരുമായിരുന്നു. മറ്റു ചില പുരാതന ക്ഷേത്രങ്ങളിലും ഇത്തരം ചങ്ങലകൾ കാണാം. ക്ഷേത്രത്തിന് ഒരു അലങ്കാരം എന്നതിലുമുപരി മഴവെള്ളം മേൽക്കൂരയിൽ നിന്നും താഴേക്ക് ഒഴുക്കിവിടാനുള്ള ഒരുതരം ശാസ്ത്രീയ സംവിധാനമായും ഇതിനെ ചിലർ വിലയിരുത്തുന്നുണ്ട്. മുകളിലെ ചുവരുകളിൽ 100-ലധികം പ്രധാന ദേവീദേവന്മാരുടെ രൂപങ്ങൾ കുത്തിവെച്ചിട്ടുണ്ട്. ഇവയിൽ എടുത്തു പറയേണ്ട ചില ശില്പങ്ങളുണ്ട്. ഗജാസുര സംഹാരമൂർത്തി, ശിവൻ്റെ ഒരു ഭാവമാണിത്. ആനയുടെ രൂപത്തിലുള്ള അസുരനെ വധിച്ച് അതിൻ്റെ തോലുരിഞ്ഞ് ഒരു കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്യുന്ന ശിവൻ്റെ അതീവ രൗദ്രഭാവമാണിത്. അതിസൂക്ഷ്മമായ കൊത്തുപണികളാണിതിന്. പിന്നെ കല്ലോലവൃക്ഷത്തിൻ്റെ ചൂട്ടിലിടുന്ന ജ്ഞാനം പകരുന്ന ദക്ഷിണാമൂർത്തി, അർദ്ധനാരീശ്വരൻ ഭൈരവൻ. ഇനി വൈഷ്ണവത്തിലേക്ക് വരികയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളും കാണാം. ഇതിൽ വരാഹമൂർത്തി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജമുദ്ര കൂടിയാണ്. പിന്നെ ബ്രഹ്മാവും സരസ്വതിയും ശിവപാർവതിമാർ, വിഷ്ണുവും മഹാലക്ഷ്മിയും. പുരാണ കഥാപാത്രങ്ങൾ മാത്രമല്ല, 14-ാം നൂറ്റാണ്ടിലെ വിജയനഗര കാലഘട്ടത്തിലെ സാംസ്കാരിക ജീവിതം കൂടിയാണ് ശില്പികൾ ഈ ഭിത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നർത്തകിമാരും വാദ്യക്കാരും അവരുടെ വസ്ത്രധാരണവും തലമുടിക്കെട്ടും ആഭരണങ്ങൾ വരെയും വളരെ വ്യക്തമായി കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ വിവിധ യോഗാസനങ്ങളിലിരിക്കുന്ന ഋഷിമാർ, പുരാണങ്ങളിലെ പ്രണയരംഗങ്ങൾ, കാട്ടിൽ വേട്ടയാടുന്നവർ, സാധാരണ ഗ്രാമീണർ എന്നിങ്ങനെ മറ്റു പല രൂപങ്ങളും. ക്ഷേത്രത്തിൻ്റെ വശങ്ങളിൽ പ്രകാശം അകത്തേക്ക് കടക്കാനായി കരിങ്കൽ ഭിത്തികളിൽ ദ്വാരങ്ങളിട്ട് നിർമ്മിച്ച ജാലികളുണ്ട്. ഇവ വെറും ജനലുകൾ മാത്രമല്ല, മറിച്ച് വിവിധ ജ്യാമിതീയ രൂപങ്ങളിലും
വള്ളിപ്പടർപ്പുകളുടെ ആകൃതിയിലുമാണ് ഓരോന്നും കൊത്തിയെടുത്തിരിക്കുന്നത്. കരിങ്കല്ലിനെ ഇത്രമാത്രം വഴക്കമുള്ള ഒരു ക്യാൻവാസാക്കി മാറ്റാൻ നമ്മുടെ ഭാരതത്തിലെ ശില്പികൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനാവുന്നതല്ല ഇവിടുത്തെ കൊത്തുപണികൾ. കാരണം ഓരോരോ കൊത്തുപണികളും ഓരോരോ പുസ്തകങ്ങളാണ്. ഒരു പുരാതന ക്ഷേത്രം എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിലെ ജനതയുടെ ചരിത്രവും കലയും ജീവിതവുമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം ആകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് ഈ വിദ്യാശങ്കര ക്ഷേത്രം. പഴയ കാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പുസ്തകങ്ങളോ വായനയോ ഒന്നും സാർവത്രികമായിരുന്നില്ല. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന സാധാരണക്കാർക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ തന്നെ പുരാണ കഥകളും അതിലടങ്ങിയിരിക്കുന്ന ധർമ്മോപദേശങ്ങളും എളുപ്പത്തിൽ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരേയൊരു മാധ്യമവും ഇതുപോലുള്ള ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും ഒക്കെ ചുവരുകളായിരുന്നു. ഭീമാകാരമായ വലിയ കല്ലുകൾ അടുക്കി വെച്ച് ഇത്തരത്തിലുള്ള വലിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ശിലകളുടെ സന്ധികൾ പുറത്തു കാണാതിരിക്കാനും നിർമ്മിതിക്ക് കാഴ്ചയിൽ ഒരു സന്തുലിതാവസ്ഥയും ഭംഗിയും നൽകാനും ഇത്തരം തിരശ്ചീനമായ ശില്പവരികൾ ശാസ്ത്രീയപരമായി സഹായിച്ചിരുന്നു. വലിയ രാജഭരണകാലത്ത് ഇത്തരം നിർമ്മിതികൾ രാജാവിൻ്റെ സമ്പത്തിൻ്റെയും സൈനിക ശക്തിയുടെയും പ്രകടനങ്ങൾ കൂടിയായിരുന്നു. യുദ്ധക്കളത്തിലെ ആനകളും കുതിരകളും സിംഹങ്ങളുമൊക്കെ രാജാവിൻ്റെ കരുത്തിനെ കാണിക്കുമ്പോൾ ചില വരികളിൽ അക്കാലത്തെ രാജസദസ്സുകളും ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ആചാരങ്ങളും വരെ കൊത്തിവെച്ച് വരും തലമുറയ്ക്കുള്ള ചരിത്ര രേഖകളാക്കി മാറ്റാൻ ഭരണാധികാരികളും ശില്പികളും ശ്രദ്ധിച്ചിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറു രൂപത്തെ കല്ലുകളിൽ ആവാഹിച്ചുകൊണ്ട് ഭക്തനെ ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഈ ശില്പമാലകളുടെ പരമമായ ലക്ഷ്യം. ക്ഷേത്രത്തിനു ചുറ്റും തുംഗാ നദിക്കരയിലുമൊക്കെയായി മറ്റു ചില പ്രതിഷ്ഠകൾ കൂടിയുണ്ട്. രാജഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശാരദാംബ ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേവനാണ് തോരണ ഗണപതി. ശൃംഗേരിയിലെത്തുന്ന ഭക്തർ ആദ്യം വണങ്ങേണ്ടത് ഈ ഗണപതിയെ തന്നെയാണ് എന്നാണ് ആചാരം. തോരണ ഗണപതിയുടെ തൊട്ടടുത്തായി ഹരിഹരനാമാലയം എന്നൊരു പ്രത്യേക നിർമ്മിതി കാണാം. വൃത്താകൃതിയിലുള്ള ഒരു ഗോപുരം പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റിനും ദേവീദേവന്മാരുടെ ശില്പങ്ങളും വിവിധ വർണ്ണങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയ ഒരു മണ്ഡപമാണിത്. എന്നാൽ ഇതൊരു വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ ഭക്തർ സ്വന്തം കൈപ്പടയിൽ എഴുതി സമർപ്പിക്കുന്ന നാമപുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടമാണ്. ഇത് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളുമൊക്കെ ഇതിലുണ്ട്. ശിവനാമവും രാമനാമവും ആണ് എഴുതേണ്ടത്. ശിവനും വിഷ്ണുവും ഒന്നാണെന്ന ശിവകേശവ അഭേദ എന്ന അദ്വൈത ദർശനം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ഇതിനുള്ളത്. തോരണ ഗണപതി ക്ഷേത്രത്തിന് തൊട്ടു തെക്കുവശത്തായി ആദി ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു ക്ഷേത്രവുമുണ്ട്. കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമായി നിരവധി ഉപദേവാലയങ്ങളും കാണാം. ആദി ശങ്കരാചാര്യർ ഈ മഠത്തിൻ്റെ സുരക്ഷയ്ക്കായി 4 ദിക്കുകളിലും 4 കാവൽമൂർത്തികളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കിഴക്ക് കാലഭൈരവ ക്ഷേത്രവും തെക്ക് ദുർഗാക്ഷേത്രവും പടിഞ്ഞാറ് ആഞ്ജനേയ ക്ഷേത്രവും വടക്ക് ഒരു കാളി ക്ഷേത്രവും. ഇനി നമുക്ക് തുംഗാ നദിയുടെ അക്കരെയുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. നദിക്ക് കുറുകെയുള്ള പാലം കടന്നു ചെന്നാൽ നരസിംഹവനം എന്ന ഭാഗത്തേക്കാണ് എത്തുക. വളരെ മനോഹരമായൊരു സ്ഥലം. ഇവിടെയാണ് ശൃംഗേരിയിലെ ജഗദ്ഗുരുക്കന്മാർ താമസിക്കുന്ന ആശ്രമങ്ങളും അവരുടെ ധ്യാന കേന്ദ്രങ്ങളുമൊക്കെ ഉള്ളത്. ക്ഷേത്രനഗരിയിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഒരു വനപ്രദേശത്തിൻ്റെ അന്തരീക്ഷമാണിവിടെ. വൻമരങ്ങളും ധാരാളം ഔഷധസസ്യങ്ങളും നിരവധി പക്ഷികളെയുമൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഒരു മാൻ പാർക്കുമുണ്ട്. നരസിംഹവനത്തിൻ്റെ ഹൃദയഭാഗത്താണ് ശൃംഗേരി ശാരദാപീഠത്തിലെ ജഗദ്ഗുരുക്കന്മാരുടെ വസതിയായ ഗുരു നിവാസ് സ്ഥിതി ചെയ്യുന്നത്. അനുവദിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇവിടെ എത്തുന്നവർക്ക് അവരെ ദർശിക്കാനും സാധിക്കും. പിന്നെ മഠത്തിലെ ഓരോ കാലങ്ങളിലുമുള്ള പുണ്യപുരുഷന്മാരുടെ സമാധി മന്ദിരങ്ങളാണുള്ളത്. ചന്ദ്രശേഖര ഭാരതിയുടെയും അഭിനവ് വിദ്യാതീർത്ഥയുടെയും ഭാരതീ തീർത്ഥയുടെയും മറ്റു ഗുരുക്കന്മാരുടെയുമൊക്കെ സമാധി മന്ദിരങ്ങൾ ചെറിയ ചെറിയ കരിങ്കൽ ശ്രീകോവിലുകളിലായി ഇവിടെ കാണാം. ഇവിടെ വരുന്നവർക്ക് ശാന്തമായി ഇരുന്ന് ധ്യാനിക്കാനുള്ള അനുവാദവുമുണ്ട്. നിറയെ പുൽത്തകടികളും ഔഷധസസ്യങ്ങളും പൂക്കളും അലങ്കാര പ്രതിമകളും ഒക്കെയായി പ്രകൃതിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത്. മഠത്തിന് സ്വന്തമായി ഗോശാലയും കൃഷിസ്ഥലങ്ങളും എല്ലാം ഉണ്ട്. എല്ലാത്തിനുമുപരി വൃത്തിയുടെ കാര്യം പറയാതെ വയ്യ. ഒരു കടലാസ കഷ്ണം പോലും വെറുതെ വഴിയിൽ കിടക്കുന്നത് നമുക്ക് കാണാനാവില്ല. ഇതിനിടയിൽ ഒരു ഗുരുനാഥൻ തൻ്റെ കുഞ്ഞു ശിഷ്യന് വേദങ്ങൾ ചൊല്ലി പഠിപ്പിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇതിനുള്ളിലും ചില ക്ഷേത്രങ്ങളുണ്ട്.
ഒരു ക്ഷേത്രത്തിന് മുൻപിലായി ആദി ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം വാനരന്മാരെയും കാണാം. കൂടാതെ പാമ്പുകളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള ഒരു സ്ഥലവുമാണ്. ആശ്രമത്തിലേക്ക് കടക്കുന്ന ഭാഗത്ത് ആ കാര്യം എഴുതി വച്ചിട്ടുമുണ്ട്. അനാവശ്യമായി കാടിനുള്ളിലേക്ക് കടക്കരുത് എന്നർത്ഥം. ശൃംഗേരിയിൽ വരുന്നവർ ഇവിടം കൂടി സന്ദർശിക്കാതെ പോകരുത്. അത്രയ്ക്കും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണിവിടെ. ഇവിടെ നിന്നും അല്പം മാറി ഒരു കുന്നിൻ മുകളിലാണ് കാലഭൈരവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാലഭൈരവ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് താഴേക്കിറങ്ങിയാൽ തൊട്ടു താഴെ ഒരു തൂക്കുപാലമുണ്ട്. അത് കടന്നാൽ ഇക്കരയിലേക്ക് എത്തുകയും ചെയ്യാം. ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ സമീപത്തേക്കാണ് ഈ വഴി വന്നെത്തുക. ശൃംഗേരി ശാരദാപീഠത്തിൻ്റെ ചരിത്രവും വളർച്ചയും പരിശോധിച്ചാൽ ഭാരതത്തിലെ പ്രശസ്തമായ പല രാജപരമ്പരകളും ഈ മഠത്തെ തങ്ങളുടെ കുലഗുരു സ്ഥാനമായി കാണുകയും വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുകയും ചെയ്തതായി കാണാം. ശൃംഗേരിയുടെ ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിജയനഗര സാമ്രാജ്യമായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് ആത്മീയവും രാഷ്ട്രീയവുമായ മാർഗനിർദ്ദേശം നൽകിയത് അന്നത്തെ ജഗദ്ഗുരുവായ വിദ്യാരണ്യസ്വാമികളായിരുന്നു. സാമ്രാജ്യം സ്ഥാപിതമായതിനു ശേഷം രാജാക്കന്മാരായ ഹരിഹരനും ബുക്കനും മറ്റ് പിൻഗാമികളും മഠത്തിന് വലിയ തോതിൽ ഭൂമിയും ഗ്രാമങ്ങളും ധനവുമൊക്കെ ദാനമായി നൽകിയിരുന്നു. മഠത്തിന് ഒരു സ്വതന്ത്ര ഭരണപ്രദേശം കൈവരുന്നതിന് ഇത് പ്രധാന പങ്കുവഹിച്ചു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ശൃംഗേരി മഠത്തിൻ്റെ പ്രധാന സംരക്ഷകരായി മാറിയത് മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ രാജാക്കന്മാരാണ്. അവർ മഠത്തിലെ ഗുരുക്കന്മാരെ തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരികളായി ആദരിക്കുകയും അവർക്ക് സഞ്ചരിക്കാൻ സ്വർണ്ണപ്പല്ലക്ക്, ആനകൾ, രാജകീയ അകമ്പടികൾ എന്നിവയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ശൃംഗേരി ഉൾപ്പെടുന്ന മലനാട് മേഖല ഭരിച്ചിരുന്നത് ശക്തരായ ഭരണാധികാരികളായ കേളടി നായകന്മാരായിരുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്നും അക്രമികളിൽ നിന്നും ശൃംഗേരി മഠത്തിന് നേരെ ഭീഷണികൾ ഉണ്ടായപ്പോഴൊക്കെ ഇവർ സൈന്യത്തെ അയച്ച് കാവലൊരുക്കിയിരുന്നു. ശാരദാംബ ക്ഷേത്രത്തിൻ്റെ പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും മഠത്തിലെ സന്യാസിമാർക്കും വിദ്യാർത്ഥികൾക്കും ആവശ്യമായ അന്നദാനത്തിനും മറ്റും കേളടി, ശിവപ്പനായക ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ വലിയ സംഭാവനകൾ കൊടുത്തിരുന്നു. അതുപോലെ ഛത്രപതി ശിവാജിയുടെ കാലം മുതൽ മറാഠ ഭരണാധികാരികൾക്ക് മഠത്തോട് വലിയ ആദരവുണ്ടായിരുന്നു. പിന്നീട് വന്ന പേഷ്വ, ബാജിറാവുവിനെ പോലുള്ള രാജാക്കന്മാരും മഠത്തിലേക്ക് വൻതോതിൽ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശൃംഗേരിയുടെ ചരിത്രം പറയുമ്പോൾ ടിപ്പു സുൽത്താനെയും ഓർക്കാതെ വയ്യ. കാര്യം, ടിപ്പു സുൽത്താൻ നമ്മുടെ ക്ഷേത്രങ്ങളും മറ്റും തകർത്തെങ്കിലും കർണാടകയിലെ പല ക്ഷേത്രങ്ങൾക്കും ടിപ്പു പല സഹായങ്ങളും ചെയ്തിരുന്നു. AD 1791 മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധകാലത്ത് പരശുറാം ഭാവുവിൻ്റെ നേതൃത്വത്തിലുള്ള മറാഠ സൈന്യം ശൃംഗേരി ആക്രമിക്കുകയുണ്ടായി. അവർ ശാരദാംബ ക്ഷേത്രം കൊള്ളയടിക്കുകയും വിഗ്രഹം തകർക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ദുരന്തങ്ങൾ നടക്കുമ്പോൾ അന്നത്തെ ജഗദ്ഗുരുവായ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾക്ക് മഠം വിട്ടുപോവേണ്ട ഒരവസ്ഥയുണ്ടായി. ഈ സമയം അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ച് ടിപ്പു സുൽത്താന് കത്തയച്ചിരുന്നു. കത്ത് കിട്ടിയ ഉടനെ ടിപ്പു മഠത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും സൈനികരെയും എത്തിക്കാൻ ഉത്തരവിട്ടു. ടിപ്പു സുൽത്താൻ ശൃംഗേരി ജഗദ്ഗുരുവിന് കന്നഡ ഭാഷയിൽ എഴുതിയ 30-ലധികം കത്തുകൾ ഇന്നും ശൃംഗേരി മഠത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഈ കത്തുകളിൽ സുൽത്താൻ മഠാധിപതിയെ ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ എന്നുതന്നെയാണ് സംബോധന ചെയ്തിരിക്കുന്നതും. ശാരദാംബ ക്ഷേത്ര പുനരുദ്ധാരണത്തിനും വിഗ്രഹം പുനഃപ്രതിഷ്ഠിക്കുന്നതിനുമായി ടിപ്പു വലിയ തോതിൽ സ്വർണ്ണനാണയങ്ങളും വെള്ളിപ്പാത്രങ്ങളും ധാന്യങ്ങളും ഒക്കെ കൊടുത്തയച്ചിരുന്നു. ഇതിൽ വില കൂടിയ പട്ടുതുണികളും ഒരു വെള്ളിപ്പല്ലക്കും വെള്ളിയിൽ തീർത്ത വലിയ വിളക്കുകളുമൊക്കെ ഉൾപ്പെടും. കൂടാതെ മഠത്തിന് ഇനിയൊരു ഭീഷണി ഉണ്ടാവാതിരിക്കാൻ വലിയൊരു വിഭാഗം സൈന്യത്തെ കാവലിനായി നിയോഗിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ രാജ്യം വലിയ യുദ്ധങ്ങളിലൂടെ കടന്നുപോയപ്പോൾ രാജ്യത്ത് സമാധാനവും വിജയവുമൊക്കെ ഉണ്ടാവാൻ ശൃംഗേരി മഠത്തിൽ ശതചണ്ഡികായാഗം പോലുള്ള പ്രത്യേക പൂജകൾ നടത്താൻ ആവശ്യപ്പെടുകയും അതിനുള്ള ചെലവുകൾ വഹിക്കുകയും ചെയ്തിരുന്നു. യാഗം വിജയകരമായി പൂർത്തിയായപ്പോൾ മഠത്തിലേക്ക് നന്ദിസൂചകമായി ടിപ്പു കത്തയക്കുകയും ചെയ്തിരുന്നു. മറാഠ സാമ്രാജ്യ രാജാക്കന്മാർ പൊതുവെ ശൃംഗേരി മഠത്തിനെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ 1791 ഒരു നിർഭാഗ്യകരമായ സംഭവമുണ്ടായി. പക്ഷേ അത് രാജാക്കന്മാരുടെ ഔദ്യോഗികമായ തീരുമാനപ്രകാരം ആയിരുന്നില്ല. മൂന്നാം മൈസൂർ യുദ്ധകാലത്ത് പരശുറാം ഭാവുവിൻ്റെ മറാഠ സൈന്യത്തോടൊപ്പം പിണ്ടാരികൾ എന്നറിയപ്പെടുന്ന കൊള്ളസംഘങ്ങളും ഉണ്ടായിരുന്നു. ടിപ്പുവിൻ്റെ സൈന്യത്തെ പിന്തുടർന്ന് ശൃംഗേരി മേഖലയിലെത്തിയ ഈ സൈന്യത്തിലെ ഒരു വിഭാഗമാണ് മഠത്തിലെ സമ്പത്ത് കണ്ട് അവിടെ കൊള്ളയും നാശനഷ്ടങ്ങളും വരുത്തിയത്. ഈ വിവരമറിഞ്ഞ മറാഠ ഭരണാധികാരികൾ ഖേദം പ്രകടിപ്പിക്കുകയും
സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് പകരമായി സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തിരുന്നു. മലയാളികളായ നമുക്ക് ശൃംഗേരിയോട് ഒരു വലിയ കടപ്പാടുണ്ട്. ആദി ശങ്കരാചാര്യരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കേരളത്തിലെ കാലടി എന്ന പുണ്യഭൂമി ഒരു കാലത്ത് കാട് കയറി നശിച്ചുപോയ അവസ്ഥയിലായിരുന്നു. ശൃംഗേരിയിലെ 33ാമത് ജഗദ്ഗുരുവായ ശ്രീ സച്ചിദാനന്ദ ശിവാഭിനവ നരസിംഹഭാരതി സ്വാമികളാണ് കാലടിയെ വീണ്ടെടുത്തത്. അവിടെ ഇന്നത്തെ രീതിയിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആദ്യമായി ശങ്കരജയന്തി ആഘോഷിക്കാൻ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിന് ശേഷം വന്ന 34ാമത് ജഗദ്ഗുരു ചന്ദ്രശേഖര ഭാരതി കാലടിയിലൊരു സംസ്കൃത പാഠശാലയും സ്ഥാപിച്ചു. നിലവിൽ 36ാമത് ജഗദ്ഗുരു ഭാരതീ തീർത്ഥസ്വാമികളുടെയും 39ാമത് ജഗദ്ഗുരു വിധുശേഖര ഭാരതി സ്വാമികളുടെയും നേതൃത്വത്തിൽ മഠം വലിയ തോതിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ശൃംഗേരിയിലെത്തുന്ന ഭക്തർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇവിടുത്തെ അന്നദാനം. ക്ഷേത്രത്തിന് പുറകിലായി അത്യാധുനിക രീതിയിലുള്ള ഒരേ സമയം 5000-ലധികം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അന്നദാന മണ്ഡപമുണ്ട്. ശ്രീ ഭാരതീ തീർത്ഥ അന്നദാന പ്രസാദ മണ്ഡപം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ജാതിമത ഭേദമന്യേ ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും സൗജന്യമായി പരമ്പരാഗത ദക്ഷിണേന്ത്യൻ രീതിയിലുള്ള ശുദ്ധമായ സദ്യ നൽകുന്നു. ഇവിടുത്തെ ക്രമീകരണങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇവിടെ വന്നാൽ ഈ അന്നപ്രസാദമൂട്ടിൽ പങ്കെടുക്കാൻ മറക്കുകയും അരുത്. അതുപോലെ ഇവിടെ വരുമ്പോൾ രുചികരമായ കന്നഡ പലഹാരങ്ങൾ സ്വാദോടെയും വൃത്തിയോടെയും കഴിക്കണമെങ്കിൽ ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം. ഇവിടെ വന്ന സമയത്ത് ഗ്യാസ് കുറ്റികളുടെ നിയന്ത്രണം ഉണ്ടായിരുന്ന സമയമായിരുന്നതുകൊണ്ട് ഹോട്ടലുകൾ പലതും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ആഹാരവും തീർന്നിരുന്നു. മൂകാംബികയിൽ നിന്നും ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ്. വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനം രാത്രി 8 മണി കഴിഞ്ഞാണ്. വിശന്ന് പൊരിഞ്ഞ് ആഹാരം തേടി കുറേ നടന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ഇടറോഡിലായി ശ്രീ ശാരദാംബ മെസ് എന്നൊരു ചെറിയ കട കണ്ടത്. ചെറിയൊരു കട, വീടിനോട് ചേർന്നാണ്. ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും മാത്രം. പക്ഷേ അദ്ദേഹം വിളമ്പിയ ദോശയും ഉണ്ടപ്പലഹാരങ്ങളും പേരറിയാത്ത മറ്റേതൊക്കെയോ പലഹാരങ്ങളും രുചികരമായ ചായയും വയറു നിറയെ കഴിച്ചു. ഞങ്ങൾ 4 പേർ കഴിച്ചതിന് ആകെ 250-ൽ താഴെയാണ് ചെലവായത്. വിശന്ന് വലഞ്ഞ് കയറി ചെന്ന ഞങ്ങൾക്ക് ആ സമയത്ത് അത്രയും രുചികരമായ ഭക്ഷണം വിളമ്പിയ ആ നല്ല മനുഷ്യനെ മറക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെയും കയറാൻ മറക്കരുത്. ഇവിടെ വരുമ്പോൾ ദോശയും ഇഡ്ഡലിയും മാത്രമല്ലാതെ മറ്റുള്ള കന്നഡ പലഹാരങ്ങൾ കൂടി കഴിച്ചു നോക്കണം. ആഹാരം കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം. പ്രധാന ഗോപുരത്തിൻ്റെ നേരെയുള്ള വഴിയിലൂടെ കുറച്ചു ദൂരം നടന്നാൽ ഇടതുവശത്തായി ഒരു ഇടറോഡിൽ ഈ കട കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലൂടെ ഇങ്ങോട്ടേക്കുള്ള യാത്ര കേവലമൊരു ക്ഷേത്ര ദർശനം മാത്രമായിരുന്നില്ല. മറിച്ച് ഭാരതീയ സംസ്കാരം എത്രത്തോളം ആഴമുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു പുണ്യ അനുഭവം തന്നെയായിരുന്നു. ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന ശാന്തിയുടെ തീരം, പ്രപഞ്ച രഹസ്യങ്ങൾ ശിലയിൽ കോറിയിട്ട ശില്പചാതുരി, ജാതിമത ഭേദമന്യേ നിത്യവും 10,000-ങ്ങൾക്ക് ആഹാരം വിളമ്പുന്ന അന്നദാന മണ്ഡപം. ശൃംഗേരി എന്ന ഈ പുണ്യഭൂമി ഇന്നും ലോകത്തിന് പകർന്നു നൽകുന്നത് പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയൊരു സന്ദേശമാണ്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, യുക്തിയും ശാസ്ത്രവും കൈകോർക്കുന്ന ഈ ആധുനിക യുഗത്തിൽ മനുഷ്യന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരേയൊരു ദർശനം അദ്വൈത ചിന്തകൾ മാത്രമാണ്. എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ്. അതുകൊണ്ട് ആരോടും വിദ്വേഷം തോന്നരുത് എന്ന ജഗദ്ഗുരു ആദി ശങ്കരാചാര്യരുടെ വാക്കുകൾ ശൃംഗേരിയിലെ ഓരോ മണൽത്തരിയിലും അലയടിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ശൃംഗേരി യാത്രയ്ക്ക് പ്രചോദനമായി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശൃംഗേരിയിൽ നിന്നും കർണാടകയിലെ മറ്റു ചില ക്ഷേത്രങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കുമൊക്കെ പോയിരുന്നു. ആ യാത്രയിലെ കാഴ്ചകളും കഥകളുമൊക്കെയായി വീണ്ടും കാണാം.